Anu here. Welcome to the fifth lecture of Class 10-Physics chapter Magnetic Effects of Electric Current. അപ്പോൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നൊക്കെ പഠിച്ചു. ദെൻ അതുപോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറഞ്ഞു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മളുടെ ഈ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുവാണെങ്കിൽ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പല പാറ്റേൺസിലുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്, ലൈക്ക് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിക്കോട്ടെ, ലൂപ്പ് ആയിക്കോട്ടെ, സർക്കുലർ ലൂപ്പ്, കോയിൽസ്, സോളിനോയിഡ്. അപ്പോൾ ഇവർക്കൊക്കെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പഠിച്ചത്? നമ്മളുടെ 4 ഫിംഗർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയറക്ഷനായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനായിരുന്നു. നമ്മളുടെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനായിരുന്നു. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇത് കറണ്ടിൻ്റെ ഡയറക്ഷനും ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മളുടെ തമ്പാണ് അതിനെ ശരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, എപ്പോഴും ഈ എല്ലാ വിരലുകളും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ കുറച്ച് സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാണ് കേട്ടോ. സോ ഈ 3 ഫിംഗേഴ്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കണം. ആൻഡ് അഗെയിൻ ഓരോ ഫിംഗേഴ്സും റൈറ്റ് ആംഗിൾ ആയിരിക്കണം. ആൻഡ് അഗെയിൻ നമുക്ക് ആദ്യം ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നേ ഉള്ളൂ. ഓരോ പ്രോബ്ലം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ റിസ്റ്റിന് ചുറ്റും ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫീൽഡ് ഇങ്ങോട്ടും കറണ്ട് ഇങ്ങോട്ടും ആണെങ്കിൽ എങ്ങോട്ട് വരും? നമ്മുടെ ഫോഴ്സ് ഇങ്ങോട്ട് വരും. നേരെ തിരിച്ചൊക്കെ വരണം കേട്ടോ. നമ്മൾ ആ ഓരോ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഈ നമ്മളുടെ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഇത് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മോട്ടറിൻ്റെ ആ ഒരു വർക്കിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നിന്ന് മനസ്സിലായത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ആ തേർഡ് തിങ്ങിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരുന്നു? when a current carrying conductor is placed in a magnetic field, it experiences a force. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന ഇലക്ട്രിക് മോട്ടറിൻ്റെ ബേസ്. അപ്പോൾ നമുക്ക് പഠിക്കാം ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെയാണ് നമ്മൾ ഈ ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം ലെക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്പെസിഫിക് ആയിട്ട് നമ്മൾ മോട്ടറിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിതാ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് എന്തായിരുന്നു? ഇതൊരു ലീനിയർ മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതേസമയം നമുക്ക് ശരിക്കും നമ്മൾ മോട്ടറാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? മോട്ടറിൽ ശരിക്കും എന്താ നമുക്ക് വേണ്ടത്? റൊട്ടേഷൻ നടക്കണം. അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ നടക്കണമെങ്കിൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് മാത്രം കൊടുത്താൽ പോരാ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഇങ്ങനെ കൊടുക്കണം. എങ്കിലേ ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ മോട്ടറിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ശരിക്കും മോട്ടറിൽ എന്ത് തരം മോഷനാണ് അവിടെ സംഭവിക്കേണ്ടത്? ശരിക്കും ഇങ്ങനെ സർക്കുലർ മോഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ശരിക്കും നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതായത് ഒരു മോഷനായിട്ടാണ് കൺവേർട്ടഡ് ആവുന്നത്. അതായത് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ടഡ് ആവുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ
ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു റൊട്ടേറ്റിംഗ് ഡിവൈസ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടർ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജീനെ മോട്ടർ കൺവേർട്ടഡ് ആവുന്നത്. എവിടെയൊക്കെയാണ് നമുക്കറിയാവുന്നത് മോട്ടർ ഉപയോഗിക്കുന്നതായിട്ട്? അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് ഫാന്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, റെഫ്രിജറേറ്റേഴ്സ്, ടോയ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇലക്ട്രിക് മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പം നമ്മളുടെ ആ ഒരു എന്താണ് അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ്, അത് എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഒക്കെ പർപ്പസ് എന്താണ്, അതിൽ ആദ്യം നമ്മൾ കൺസ്ട്രക്ഷനാണ് പഠിക്കുന്നത്. നോക്കിയാലോ? ആദ്യം നമുക്കിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്. ശരിക്കും ഇത് കോപ്പർ വയർ കൊണ്ട് ഉണ്ടാക്കിയേക്കുക. അപ്പം നമ്മൾ ഈ റെക്റ്റാങ്കുലർ കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യാണ്. നമ്മളുടെ ഈ റെക്റ്റാങ്കുലർ കോയിലിനെ നമ്മൾ ABCD എന്നാണ് വിളിക്കുക. എന്നിട്ട് നമ്മളിതിനെ ആർമേച്ചർ കോയിൽ എന്നും പറയും. അപ്പോൾ ഇതിനകത്തൂടെ കറണ്ട് ഒഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കറണ്ട് ഒഴുകുന്നത് പ്രോപ്പർ ഡയറക്ഷനാണെന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താ ഈ കാണുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും കമ്മ്യൂട്ടേറ്റർ R1 ആൻഡ് R2. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് എന്നും കൂടെ വിളിക്കും. ശരിക്കും ഈ സ്പ്ലിറ്റ് റിങ്സിലേക്കാണ് ABCD എന്ന് പറയുന്ന ഈ രണ്ട് കോയിൽസിൻ്റെയും രണ്ട് എൻഡ്സ് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ ഈ പറയുന്ന റെക്റ്റാങ്കുലർ കോയിലും കമ്മ്യൂട്ടേറ്റർ റിങ്സും കൂടെ ഒരു ഷാഫ്റ്റിൽ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ മൗണ്ട് ചെയ്തേക്കാണ്. അപ്പോൾ ശരിക്കും ഇനി ഈ ഒരു ആർമേച്ചർ കോയിലിനെ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വോൾട്ടേജ് സപ്ലൈ വേണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ DC മോട്ടറിനെ കുറിച്ചാണ് പറയാം, ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ ബാറ്ററിയിൽ നമ്മുടെ എപ്പോഴും നമ്മളുടെ കീ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആകുമ്പോൾ കറണ്ട് ഒഴുകുമ്പോൾ ശരിക്കും ഈ പറയുന്ന നമ്മളുടെ കോയിൽ കറങ്ങുമ്പോൾ ഈ വയേഴ്സും കൂടി മൊത്തത്തിൽ ചുറ്റിപ്പിണങ്ങി പോവാതിരിക്കാനായിട്ടാണ് നമ്മളിവിടെ ഒരു കാർബൺ ബ്രഷ്. ആ ബ്രഷസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷസ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ബാറ്ററി പവറും നമ്മുടെ ആർമേച്ചർ കോയിലും തമ്മിൽ കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇവർ തമ്മിൽ ഇതൊരിക്കലും ഈ പറയുന്ന പോലെ ഒരു മെസ്സപ്പ് ആവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളുടെ ഈ ആർമേച്ചർ കോയിൽസുമായിട്ട് ഈ ബ്രഷസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈനെ കണക്ട് ചെയ്തേക്കുന്നത്. കാരണം നമ്മളിവിടെ ഒരു കാർബൺ ബ്രഷ് ആണല്ലോ ഉപയോഗിക്കുന്നത്. കാർബൺ എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് ശരിക്കും എക്സ്റ്റേണൽ പവർ സപ്ലൈയിൽ നിന്ന് നമ്മളുടെ ആർമേച്ചർ കോയിലിലേക്ക് കറണ്ടിനെ പാസ് ചെയ്യും. ആൻഡ് അഗെയിൻ നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ കണ്ടക്റ്റിംഗ് എഡ്ജസ് എന്ന് പറയുന്നത് ശരിക്കും ഈ കണക്ട് ചെയ്തേക്കുന്ന ബ്രഷസ് എന്ന് പറയുന്നത് സ്റ്റേഷനറിയാണ്. അപ്പോൾ ബ്രഷസ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഈ പറയുന്ന എക്സ്റ്റേണൽ സപ്ലൈക്ക് ഒരു ഓൾട്രേഷൻ ഒന്നും ഉണ്ടാവത്തുമില്ല. അപ്പോൾ ശരിക്കും നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു കോയിൽ, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോലെ നമ്മളൊരു കോയിൽ പ്ലേസ് ചെയ്യണം. ആൻഡ് നമുക്ക് ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഉള്ള ടേംസ് ആയിരുന്നു സ്പ്ലിറ്റ് റിങ്സും ബ്രഷസും ഒക്കെ. ആൻഡ് അഗെയിൻ ഈ സ്പ്ലിറ്റ് റിങ്സിൻ്റെ ഇന്നർ സൈഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ആക്സിലുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർക്കിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന്. അതിന് നമ്മൾ കപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാം. നമ്മൾ ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലോർത്തോണം നമ്മളുടെ ശരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്. ഇത് രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. ഇവിടെ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രം ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് അഗെയിൻ നോർത്ത് നിന്ന് സൗത്തിലേക്ക് പോകുന്നത് പോലെയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മളുടെ സോഴ്സ് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എക്സ് എന്ന് പറയുന്ന ബ്രഷിൽ നിന്ന് സ്പ്ലിറ്റ് റിങ്സിൽ കൂടെ ABCD ഫ്രം ദെയർ അവിടുന്ന് വൈയിൽ കൂടെ തിരിച്ച് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യാണ്. ഇവിടെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. എക്സിൽ നിന്ന് ആ കറണ്ട് കോയിൽ കൂടെ പോകുമ്പം A to B, then B to C and C to
ഡി ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, എ ബിയിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും സി ഡിയിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും ശരിക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതായത് കറണ്ടിൻ്റെ അളവ് ഈക്വൽ ആണ്, പക്ഷേ ദി ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് ഫോഴ്സ് ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നമുക്കൊരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ കാണുന്ന സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അറിയാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാം. അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തേക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ശരിക്കും എ ബിയിൽ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനുള്ള ഫോഴ്സും ദെൻ അതുപോലെ തന്നെ സി ഡിയിൽ ഒരു അപ്വേർഡ് അതായത് ഡയറക്ഷനുള്ള ഫോഴ്സുമാണ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഫ്രീ ആയിട്ട് ടേൺ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ മൗണ്ട് ചെയ്തേക്കുന്ന ഈ കോയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ക്യൂ എന്ന് പറയുന്നത് എക്സുമായിട്ടും പി എന്ന് പറയുന്ന പോയിന്റ് വൈ എന്ന് പറയുന്ന ബ്രഷുമായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? കോയിലിലെ കറണ്ട് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ എന്തായിരിക്കും? ഡി സി ബി എ ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ഫോഴ്സും ശരിക്കും എ ബിയിലും സി ഡിയിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ എ ബിയിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എ ബിയിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് വരും. സി ഡിയിലോ നേരത്തെ പുഷ്ഡ് അപ്പ് ആയിരുന്നു, അതിപ്പോൾ പുഷ്ഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ശരിക്കും ഈ കോയിലിൻ്റെ ആക്സിൽ എന്ത് സംഭവിക്കും? എഗെയിൻ ഒരു ഹാഫ് എ ടേൺ മോർ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കറണ്ടിൻ്റെ റിവേഴ്സൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കും. ഈ ഹാഫ് റൊട്ടേഷൻസ് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇനേഷ്യ ഓഫ് മോഷനും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് കോയിൽ ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, എ ഡിവൈസ് ദാറ്റ് റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ എ സർക്യൂട്ട്, അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പഠിച്ച ഇലക്ട്രിക് മോട്ടറിൽ ശരിക്കും ഈ പറയുന്ന ഫ്ലോ റിവേഴ്സ് ചെയ്യുന്നത് ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് മോട്ടേഴ്സിൽ കമ്മ്യൂട്ടേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിങ്ങും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? എ ബി സി ഡി ഇങ്ങനെ ആ ഒരു റെക്ടാങ്കുലർ കോയിലിൽ എ ബി എന്ന് പറയുന്ന സൈഡിലും സി ഡി എന്ന് പറയുന്ന സൈഡിലും ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ബി സി എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന ആ ഒരു സൈഡും, അപ്പോൾ അതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ അവിടെ എന്തെങ്കിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ശരിക്കും അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ശരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആണ് അല്ലേ, പാരലൽ ആണ്. അതുകൊണ്ട് അവിടെ ഒരു ഫോഴ്സ് എക്സൈറ്റഡ് ആവുന്നില്ല. ദെൻ നമ്മൾ മോട്ടറിൻ്റെ ഈ ഒരു ടേംസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു ഇതാണ് നമ്മൾ കണ്ടത് അല്ലേ, ഒരു കൊമേഴ്സ്യൽ മോട്ടർ എങ്ങനെയായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൊട്ടേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം? അപ്പോൾ ഒബിയസ്ലി റൊട്ടേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൂട്ടണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒബിയസ്ലി നമുക്ക് ആദ്യം തന്നെ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടണം. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിന് പകരം നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ്, ഒരു കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കാം. അത് നമുക്ക് ഒന്നാമത്തെ മെഷറാണ്. ദെൻ രണ്ടാമത്, നമുക്ക് ഈ കൊടുക്കുന്ന നമ്മളുടെ എനർജി അല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, നമുക്ക് നമ്മളുടെ ഈ പറയുന്ന ആർമേച്ചർ കോയിൽ ഉണ്ടല്ലോ അല്ലേ, അതിൽ നമ്പർ ഓഫ് കോയിൽസ് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് അഗെയിൻ അടുത്തൊരു കാര്യമാണ്, നമുക്ക് ഈ പറയുന്ന കോയിൽസ് മൗണ്ട് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ് അയൺ കോറും കൂടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും എല്ലാം കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ കോയിൽസ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു ശരിക്കും പറയുന്നത് നമ്മുടെ സോഫ്റ്റ് അയൺ കോറും ഈ പറയുന്ന കോയിൽസിനെ എല്ലാത്തിനെയും കൂടെ കൂടി ചേർന്നിട്ട് നമുക്ക് ആർമേച്ചർ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു മോട്ടറിൻ്റെ പവർ എൻഹാൻസ് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് നമുക്ക് ആർമേച്ചർ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ലെക്ചർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സമയം ഇങ്ങനെ 2020 തീരാറായി. നമ്മൾ ലാസ്റ്റ് മന്ത് ഓഫ് 2020 അപ്പോൾ നമുക്ക് ഒരുപാട് താമസിക്കാത്ത എക്സാംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് സെഷൻസും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പോർഷൻസ് നമുക്ക് ആസ് പെർ ദ സിലബസ് പോർഷൻസ് ഒരുവിധാകും. അപ്പോൾ നമുക്കിനി റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ലോണം പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്കുള്ള ആ ഒരു സമയം നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.